Hey YouTubers, എല്ലാവർക്കും നമസ്കാരം. You're on Technifacts with me Zubair and welcome to Thattikoottu setup episode 24. പലരും ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട് TKS നിർത്തിയോ എന്താണെന്നുള്ളത്. നിർത്തിയിട്ടൊന്നുമില്ല, നമുക്ക് എൻട്രീസ് വരാതെ വീഡിയോസ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഒബ്വിയസ്ലി എൻട്രീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഐ തിങ്ക് കുറച്ച് നാളത്തേക്ക് മേ ബി ഇത് ലാസ്റ്റ് വീഡിയോ ആയിരിക്കും, കാരണം ഇത് കഴിഞ്ഞിട്ട് എൻട്രീസ് ഒന്നും വന്നിട്ടില്ല. ഐ തിങ്ക് ഒന്നോ രണ്ടോ ബാക്കിയുണ്ട്. സോ അതിൻ്റെ കൂടെ ഫ്യൂച്ചർ എൻട്രീസ് വരുവാണെങ്കിൽ മാത്രമേ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഫ്രാങ്ക്ലി എൻട്രീസ് എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ എൻട്രീസ് അയച്ചാൽ മാത്രമേ എനിക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻട്രീസ് അയക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യാൻ നോക്കാം. ആൻഡ് ഓൾസോ പഴയ വീഡിയോസ് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം. എങ്ങനെ അയക്കണം, എവിടെ അയക്കണം, എല്ലാം അതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എനിവേസ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാം. So first entry or international entry ആണ് coming from Muscat, Oman. അയച്ചേക്കുന്നത് Afsal Ali ആണ്. And mainly mention ചെയ്തേക്കുന്നത് ഗെയിമിംഗ് എന്റർടൈൻമെന്റ് പർപ്പസിനാണ് ഈ PC യൂസ് ചെയ്യുന്നത്. ഇതൊരു ടോപ്പ് ഓഫ് ദ ലൈൻ ബിൽഡ് ആണ്. സ്ട്രേറ്റ് അവേ സ്പെക്സ് നോക്കുവാണെങ്കിൽ Ryzen 7 5800X X570 ORS Pro Wi-Fi motherboard 32GB ആണ് RAM. ഗ്രാഫിക്സ് കാർഡ് Radeon RX 6800 XT മോഡൽ ആണ്. 500GB Samsung 980 SSD 1TB WD SSD യൂസ് ചെയ്യുന്നുണ്ട്. CPU കൂൾ ചെയ്യുന്നത് Corsair H150 RGB 360mm ലിക്വിഡ് കൂളർ ആണ്. പവർ സപ്ലൈയും കോസറിന്റെ 850 വാട്ട്സിന്റെയാണ്. ക്യാബിനറ്റ് ഈ കാണുന്നത് ലിയാൻലി ബ്രാൻഡിന്റെ O11 ഡൈനാമിക് റേസർ എഡിഷൻ ആണ്. ആൻഡ് ഓൾസോ അഡീഷണൽ കൂളിംഗ് ഫാൻസ് മെൻഷൻ ചെയ്തേക്കുന്നത് 3 ലിയാൻലി AL 120mm ഫാൻസ്, 3 ആർക്ടിക് ബ്രാൻഡിന്റെ ബയോണിക് P120 ARGB ഫാൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ കോർസറിന്റെ 3 SP120 Elite മോഡൽ യൂസ് ചെയ്യുന്നുണ്ട്. പെരിഫറൽ സൈഡ് LG Ultra Gear 27 ഇഞ്ചിന്റെ മോണിറ്റർ, HyperX Alloy Originsന്റെ TKL കീബോർഡ്, ഗ്ലോറിയസ് മോഡലോ വയർലെസ് മൗസ്, സ്പീക്കേഴ്സ് പ്രീസോണോസ് ബ്രാൻഡിന്റെയാണ്. HyperXന്റെ മൗസ് പാഡ് യൂസ് ചെയ്യുന്നത്. സോ ഈ PC അഫ്സൽ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്തൊരു PC ആണെന്നാണ് പറഞ്ഞത്. ആൻഡ് ഒരു ബെറ്റർ ആയിട്ടുള്ള മോണിറ്റർ നോക്കുന്നുണ്ടെന്നും മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഒരു 1440p അല്ലെങ്കിൽ മേ ബി 4K റെസൊല്യൂഷൻ. ഇപ്പോൾ യൂസ് ചെയ്യുന്ന 1080p റെസൊല്യൂഷൻ മോണിറ്റർ ആണ്. സോ പെരിഫറൽ ചോയ്സും കോമ്പണൻസിന്റെ ചോയ്സ് എല്ലാം നോക്കുവാണെങ്കിൽ ഒരു ഹൈ എൻഡ് ബിൽഡ് ആണിത്, കാരണം ഓൾമോസ്റ്റ് എല്ലാം ബ്രാൻഡഡ് സ്റ്റഫാണ് യൂസ് ചെയ്തേക്കുന്നത്. സോ കേസ് ലിയാൻലി ബ്രാൻഡിന്റെ ഡൈനാമിക് O11 മോഡലാണ്. അതിൽ വി ജസ്റ്റ് കാൻ ഗോ റോങ്. അടിപൊളി മോഡലാണത്. സോ ഓവറോൾ ക്ലീൻ ബിൽഡ് ആണ്, ക്ലീൻ സെറ്റപ്പ് ആണ്. പേഴ്സണലി പെരിഫറൽസിന്റെയും കോമ്പണൻസ് എസ്പെഷ്യലി ഫാൻസിന്റെ ഒക്കെ ചോയ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബിക്കോസ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ ക്വാളിറ്റി ഉള്ള കോമ്പണൻസ് ആണ്. ആൻഡ് ഫാൻസ് ആയാലും ഈസിലി കോൺഫിഗർ ചെയ്യാൻ പറ്റിയാണ്. RGB സിങ്ക് ചെയ്യാൻ ഈസി ആയിട്ട് സിങ്ക് ചെയ്യാൻ പറ്റിയ ഫാൻസ് ആണ്, ബ്രാൻഡഡ് ആയതുകൊണ്ട് തന്നെ. കേബിൾ മാനേജ്മെന്റ് റിയലി നൈസ്. എല്ലാം ഇൻ ആൻഡ് ഔട്ട് കംപ്ലീറ്റ് കേബിൾ മാനേജ്മെന്റ് അടിപൊളിയാണ്. സോ ഇവിടെ കേസ് ഫാൻ കോൺഫിഗറേഷൻ നോക്കുവാണെങ്കിൽ സൈഡ് ആൻഡ് ബോട്ടം ഐ തിങ്ക് ഇൻടേക്ക് ആണ്, ടോപ്പ് ഈസ് എക്സോസ്റ്റ്. സോ ഓവറോൾ PC സ്പെക്സ് ആയാലും PC ബിൽഡ് ആയാലും ഈവൻ PCയുടെ കംപ്ലീറ്റ് സെറ്റപ്പ് ആയാലും കംപ്ലീറ്റ് പെരിഫറൽസും എല്ലാ അസംബ്ലിയും കംപ്ലീറ്റ് ഒരു ഫുൾ സെറ്റപ്പ് നമ്മൾ നോക്കുവാണെങ്കിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടിപൊളി സെറ്റപ്പ് ആണ്, അടിപൊളിയായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നതും ബിൽഡ് ചെയ്തേക്കുന്നതും. സോ ഇവിടെ സ്പെക് വൈസ് ഒന്ന് ലോവർ സൈഡ് നിൽക്കുന്നത് മോണിറ്റർ ആണ്. മോണിറ്റർ ഒരു 2K അല്ലെങ്കിൽ 4K റെസൊല്യൂഷൻ മോണിറ്റർ എടുക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും, കാരണം 6800 XT ആണ് ഗ്രാഫിക്സ് കാർഡ്. സോ ഇതൊക്കെ ഈസിലി 4K വരെ ഹാൻഡിൽ ചെയ്തോളും. എനിക്ക് തോന്നുന്നു പുറത്തായതുകൊണ്ട് ഗിഗാബൈറ്റിന്റെ ഒക്കെ മോഡൽസ് അവൈലബിൾ ആണ്. ഗിഗാബൈറ്റ് ബ്രാൻഡിന്റെ 2K or 4K മോണിറ്റേഴ്സ്, സ്പെഷ്യലി ഞാൻ 2K യൂസ് ചെയ്യുന്നു. 27 ഇഞ്ചിന്റെ അടിപൊളിയാണ്. ന്യൂ എഗിലൊക്കെ നോക്കുവാണെങ്കിൽ 27 ഇഞ്ചിന്റെ ഗിഗാബൈറ്റ് ബ്രാൻഡിന്റെ നല്ലത് കിട്ടും. ഈവൻ കളർ ആക്യുറസി ആൻഡ് പാനൽ ആയാലും അടിപൊളിയാണ്. പ്രൈസ് വൈസ് കമ്പാരിറ്റീവ്ലി ചീപ്പർ ആണ് പുറത്ത്. അല്ലെങ്കിൽ LG or MSI ബ്രാൻഡ്സും നല്ലതാണ്. സോ എനിവേസ് ഒരു 2K or ഒരു 4K മോണിറ്റർ ഉണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും ഈ സെറ്റപ്പിൽ. സോ അത് മാത്രമേ പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫ്യൂച്ചർ അപ്ഗ്രേഡ് എന്ന പേരിൽ പറയാനുള്ളൂ. പിന്നെ വേണമെങ്കിൽ ടേബിൾ കുറച്ചുകൂടെ ഒരു മോഡേൺ ലുക്കിംഗ് ടേബിൾ ആക്കാം. ഐ തിങ്ക് ഇത് ഓഫീസ് ടേബിൾ ആണെന്ന് തോന്നുന്നു. എനിവേസ് ഓവറോൾ സൂപ്പർബ് സെറ്റപ്പ് ആണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി അഫ്സൽ അലിയുടെ. മൂവിംഗ് ഓൺ നമ്മുടെ സെക്കൻഡ് സെറ്റപ്പ് അയച്ചേക്കുന്നത് ഫ്രം മലപ്പുറം ഷാനിദ് ആണ്. സോ ഇതൊരു ബേസിക് APU സെറ്റപ്പ് ആണ്. 3200G ആണ് പ്രോസസർ യൂസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കറന്റ് പ്രൈസിംഗിൽ നല്ല ഹൈ പ്രൈസ്ഡ് APU ആണ് റൈസന്റെ. പക്ഷെ മുമ്പൊക്കെ ബേസിക് ബഡ്ജറ്റ് ബിൽഡ്സിന് വേണ്ടി ബെസ്റ്റ് ഒരു ചോയ്സ് ആയിരുന്നു Ryzen 3200G APU. ഇപ്പൊ എന്തായാലും ആ റേഞ്ച് ഇന്റൽ പ്രോസസേഴ്സ് ആണ് റോൾ ചെയ്യുന്നത്. സോ ഇതൊരു APU ബേസ്ഡ് ബിൽഡ് ആണ്. അത്യാവശ്യം എഡിറ്റിംഗിന് വേണ്ടിയാണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നതാണ് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ Ryzen 3 3200G MSI B450M Pro M2 Max മദർബോർഡ്, ക്രൂഷ്യൽ ബാലിസ്റ്റിക്സിന്റെ 8GB RAM, സ്റ്റോറേജ് HP 120GB SSD, WD 1TB ഹാർഡ് ഡ്രൈവ്, കൂളമാസ്റ്ററിന്റെ 450 വാട്ട്സിന്റെയാണ് ബ്രോൺസ് പവർ സപ്ലൈ, ചിപ്ട്രോണിക്സിന്റെ HX1000 ആണ് കേസ് കാണുന്നത്. പെരിഫറൽ സൈഡ് ഡെൽ S2421 മോണിറ്റർ, കീബോർഡ് ആൻഡ് മൗസ് HPD ആണ്. സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത് സെബ്രോണിക്സിന്റെ ആണ്. സോ PC നേരത്തെ പറഞ്ഞ പോലെ ഒരു ബഡ്ജറ്റ് PC ആണ്. ആൻഡ് കേബിൾ മാനേജ്മെന്റ് ആകട്ടെ ബാക്കി കാര്യങ്ങൾ PCയുടെ അകത്തൊക്കെയാണ്, പുറത്ത് കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് കേബിൾ മാനേജ്മെന്റ് ചെയ്യാം. ബിൽഡ് വൈസും ഓക്കെയാണ്, ലുക്സ് ക്ലീൻ. കേസ് യൂസ് ചെയ്തേക്കുന്നത് ബഡ്ജറ്റ് കേസ് ആണെങ്കിലും അത്യാവശ്യം എയർ ഫ്ലോ ഉള്ള കേസ് തന്നെയാണ്. ഫ്രണ്ടിൽ മെഷ് ആണ്. ആൻഡ് ഓൾസോ 3 എയർ ഇൻടേക്ക് ഫാൻസും ഉണ്ട്. സോ നല്ലൊരു കേസ് തന്നെയാണ് ഇത്, ബഡ്ജറ്റ് കേസ്.
ഗൈസ്. പിന്നെ പേഴ്സണൽ ഒരു സജഷൻ, ടേബിളിന്റെ മേലിൽ നിന്ന് ക്ലോത്ത് എടുത്ത് മാറ്റാം. കുറച്ച് ലൂസ് ക്ലോത്ത് ആണെന്ന് തോന്നുന്നു കണ്ടിട്ട്, അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ട് അത് കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ബിക്കോസ് കേസിന്റെ താഴെ നിന്നുള്ള പവർ സപ്ലൈയിലോട്ട് എയർ ഫ്ലോ അത് റെസ്ട്രിക്ട് ചെയ്യുന്നതായിരിക്കും. സോ എപ്പോഴും ടേബിൾ ടോപ്പ് ഫ്ലാറ്റ് സർഫേസ് ആണ് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഇതിൽ എന്തെങ്കിലും അപ്ഗ്രേഡ്സ് റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 8GB റാമും കൂടെ അഡീഷണൽ ഇടാം. ഐ തിങ്ക് 2 RAM സ്ലോട്ട്സേ ഉള്ളൂ. സോ ടോട്ടൽ 16GB ആകും. ആൻഡ് ഓൾസോ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ്ഡ് ഏതെങ്കിലും ഗ്രാഫിക്സ് കാർഡ്സ് കിട്ടുവാണെങ്കിൽ യൂസ് ചെയ്യാം. 1050 Ti, 1060, RX 580, 570 ഇതൊക്കെ. പുതിയത് എടുക്കാനാണെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് ഇട്ടിട്ട് പ്രോസസ്സറും ചേഞ്ച് ചെയ്യുന്നതായിരിക്കും. മേ ബി ഒരു RTX 3050 എടുത്തിട്ട് റൈസന്റെ 5000 സീരീസ് പ്രോസസ്സറിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പുതിയ റൈസൻ പ്രോസസ്സേഴ്സ് വരുന്നുണ്ട്. സോ അതുവരെ വെയിറ്റ് ചെയ്ത് നല്ലൊരു ഗ്രാഫിക്സ് കാർഡും നല്ല പ്രോസസ്സറും കൂടെ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. പക്ഷേ ഇപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ RAM 8GB ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഒരു യൂസ്ഡ് ഗ്രാഫിക്സ് കാർഡാണ്. സോ ഓവറോൾ നല്ലൊരു ബഡ്ജറ്റ് APU ബേസ്ഡ് ബിൽഡ് ആയിരുന്നു. കേബിൾ മാനേജ്മെന്റ് ആണ് ഇതിൽ കുറച്ച് ശ്രദ്ധിക്കേണ്ടത്. ആൻഡ് നമ്മുടെ തേർഡ് സെറ്റപ്പ് അയച്ചേക്കുന്നത് ഹാരിസ് ആർ ആണ് ഫ്രം കൊല്ലം. പുള്ളി ഇത് മോസ്റ്റ്ലി ഫ്രീലാൻസ് വർക്ക്സിനും ഓഫീസ് വർക്ക്സ്, മൂവീസ്, ഇതിനു വേണ്ടി കാഷ്വൽ ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതും ഒരു റൈസൻ APU ബേസ്ഡ് ബിൽഡാണ്. പക്ഷേ ഇപ്പം കറന്റ്ലി അവൈലബിൾ ആയിട്ടുള്ളതിൽ ബെസ്റ്റ് APU വെച്ചുള്ള ഒരു ബിൽഡാണ്. 5600G ആണ് പ്രോസസർ. അസ്യൂസിന്റെ ടഫ് ഗെയിമിംഗ് B550+ മദർബോർഡ്, XPG Gemax D30, 16GB RAM, 512GB NVMe SSD, 1TB പോർട്ടബിൾ ഹാർഡ് ഡ്രൈവ്. കൂളർ ആന്റി സ്പോർട്സിന്റെ ആണ്. പവർ സപ്ലൈ കൂളമാസ്റ്ററിന്റെ ആണ്. ക്യാബിനറ്റ് ചിപ്ട്രോണിക്സിന്റെ HX1000. മോണിറ്റർ പഴയ ഏസന്റെ 18-inch മോണിറ്റർ ആണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ബാക്കി പെരിഫറൽസിന്റെ ലിസ്റ്റിംഗ്സ് കാണാവുന്നതാണ്. സോ ഇത് പുള്ളി തന്നെ പാർട്സ് കളക്ട് ചെയ്ത് ബിൽഡ് ചെയ്തൊരു PC ആണെന്ന് പറഞ്ഞത്. ആൻഡ് ഓൾസോ 22K റേഞ്ചിൽ വരുന്ന ഒരു മോണിറ്ററും റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ബിൽഡിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫസ്റ്റ്ലി എനിക്ക് പറയാനുള്ളത് ഇതിലെ ഫാൻ കോൺഫിഗറേഷൻ ആണ്. കംപ്ലീറ്റ്ലി റോങ് ആണ്. റോങ് മീൻസ് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു കോൺഫിഗറേഷനിലാണ് ഇതിൽ ഫാൻസ് എല്ലാം ഫിറ്റ് ചെയ്തേക്കുന്നത്. ബിക്കോസ് ഫ്രണ്ടിൽ 3 ഫാൻസ് എയർ ഇൻടേക്ക് ആണ്, അത് കുഴപ്പമില്ല, ഓക്കെയാണ്. പക്ഷെ ടോപ്പിൽ 2 ഫാൻസ് നോക്കുവാണെങ്കിൽ രണ്ടും ഡിഫറെന്റ് ഡയറക്ഷൻസിലാണ് വെച്ചേക്കുന്നത്. ഫസ്റ്റ് ഉള്ളത് ഇൻടേക്ക് ആയിട്ടും അതിന്റെ സൈഡിലുള്ളത് എക്സോസ്റ്റ് ആയിട്ടും കൊടുത്തേക്കുന്നത്. ആൻഡ് റിയർ ഫാൻ എക്സോസ്റ്റ് ആണ്, അത് ഓക്കെ, കുഴപ്പമില്ല. അതുകൂടാതെ അഡീഷണലി പ്രോസസറിന്റെ ഫാനും റിമൂവ് ചെയ്ത് എക്സോസ്റ്റ് ആയിട്ട് താഴെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ശരിക്കും പറഞ്ഞാൽ ഒരു ആവശ്യവുമില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ബേസിക് APU ബിൽഡ് ആണ്. ഇതിൽ ഗ്രാഫിക്സ് കാർഡും യൂസ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് ഇത്രയും എയർ ഫ്ലോയുടെ ആവശ്യമില്ല. എയർ ഫ്ലോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് ചെയ്യണം. ഇതുപോലെ എല്ലാം മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്തിട്ട് കാര്യമില്ല. പെർഫോമൻസ് വൈസ് മാത്രമല്ല, ഈവൻ എസ്തെറ്റിക്കലി നോക്കുവാണെങ്കിലും അത്ര ഒരു പ്ലീസിംഗ് ആയിട്ടുള്ളൊരു സംഭവം അല്ല ഇത്. സോ ബെറ്റർ ആ CPU ഫാൻ അവിടെ നിന്ന് എടുത്ത് കളയാം. ആൻഡ് ഓൾസോ ടോപ്പിലെ 2 ഫാൻസും എക്സോസ്റ്റ് ആയിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് ഇപ്പൊ ഇങ്ങനെ വെച്ചിട്ട് ഇൻ പർട്ടിക്കുലർ ഒരു ബെനിഫിറ്റും ഇല്ല. സോ മോസ്റ്റ് റെക്കമെൻഡഡ് ഫ്രണ്ടിൽ നിന്ന് 3 ഇൻടേക്ക് ഓക്കെയാണ്. ടോപ്പിലെ എക്സോസ്റ്റ് ആക്കാം. ആൻഡ് റിയറിൽ എന്തായാലും എക്സോസ്റ്റ് ആണ്, അത് ഓക്കെയാണ്. സോ 3 ഇൻടേക്കും 3 എക്സോസ്റ്റും, അതാണ് ബെറ്റർ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു കോൺഫിഗറേഷൻ. ആൻഡ് ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യുവാണെങ്കിലും അത് ബെനിഫിഷ്യൽ ആയിരിക്കും. എനിവേസ് ബിൽഡ് അത്യാവശ്യം നല്ല ബിൽഡാണ്. സ്പെക്സ് വൈസ് നല്ല സ്പെക്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പ്രോസസർ ആയാലും മദർ ബോർഡ് ആയാലും ഫ്യൂച്ചർ അപ്ഗ്രേഡബിലിറ്റി ഒക്കെ ഉണ്ട്. സോ ഓവറോൾ നല്ല സെറ്റപ്പ് ആണ്. കുറച്ച് കേബിൾ മാനേജ്മെന്റും ഞാൻ ഈ പറഞ്ഞ ഫാൻസിന്റെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും. ആൻഡ് ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് എന്തായാലും ഇതിൽ ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ RTX 3050 ഓർ അബവ് 3050 നോക്കാം, നല്ലതാണ്. ആൻഡ് ഒരു മോണിറ്റർ റെക്കമെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇൻ കേസ് ഇപ്പോഴത്തെ കറന്റ് സ്പെക്കിനുള്ള മോണിറ്റർ ആണെങ്കിൽ ഒരു 1080p മോണിറ്റർ മതിയായിരിക്കും. 22K റേഞ്ച് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അതിൽ ഹാഫ് പ്രൈസിൽ നമുക്ക് 24-inch മോണിറ്റേഴ്സ് അവൈലബിൾ ആണ്. 12,000 അല്ലെങ്കിൽ 14,000 ആ റേഞ്ചിൽ BenQ, Acer, Samsung അല്ലെങ്കിൽ MSI ബ്രാൻഡ് ഒക്കെ നോക്കാവുന്നതാണ്. 15,000 റേഞ്ചിന് താഴെ ഉള്ളത്. ഇൻ കേസ് ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യാനൊക്കെ പ്ലാൻ ഉണ്ടെങ്കിൽ മേ ബി 22K റേഞ്ച് അല്ലെങ്കിൽ 25K റേഞ്ചിലോട്ടുള്ള 2K റെസൊല്യൂഷൻ നോക്കുന്നതായിരിക്കും നല്ലത്. സോ 1080p ആണെങ്കിൽ 24-inch മതി. ഇൻ കേസ് 2K റെസൊല്യൂഷൻ നോക്കുന്നുണ്ടെങ്കിൽ 27-inch ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. എന്തായാലും 1-2 ലിങ്ക്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം, ജസ്റ്റ് ചെക്ക് ചെയ്യാൻ നോക്കൂ. സോ ഓവറോൾ നല്ലൊരു മിഡ് റേഞ്ച് APU ബിൽഡ് ആയിരുന്നു ഹാരിസിൻ്റെത്. നെക്സ്റ്റ് സെറ്റപ്പ് അയച്ചേക്കുന്നത് സുബൈർ ആണ് ഫ്രം കോതമംഗലം. മോസ്റ്റ്ലി ഇത് ഗെയിമിങ്ങിന് വേണ്ടിയാണ് പുള്ളി യൂസ് ചെയ്യുന്നത്. സോ ഇതും ഒരു റൈസൻ 5600G APU ബിൽഡ് ആണ്. ആൻഡ് ഇതിന് 90,000 rupees ആയിട്ടുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. ആൻഡ് 90,000 rupees ഇതിന് വർത്ത് ആണോ എന്നും എന്നോട് ചോദിച്ചിട്ടുണ്ട്. സോ സ്പെക്സ് ഞാൻ ഒന്ന് വായിക്കാം, നിങ്ങൾ തന്നെ ഒന്ന് ഡിസൈഡ് ചെയ്തു 90,000 ഇത് വർത്ത് ആണോ എന്നുള്ളത്. പ്രൊസസർ റൈസൻ 5 5600G, ASUS ROG Strix B550F ഗെയിമിംഗ് മദർബോർഡ്, G-Skillsന്റെ Trident Z RGB 16GB ആണ് റാം, GB 256GB NVMe SSD, Seagate 3TB ഹാർഡ് ഡ്രൈവ്, കൂളമാസ്റ്ററിന്റെ മാസ്റ്റർ ലിക്വിഡ് ML360mm ലിക്വിഡ് കൂളർ, പവർ സപ്ലൈ കൂളമാസ്റ്ററിന്റെ 750 വാട്ട്സിന്റെ ആണ്, കൂളമാസ്റ്ററിന്റെ ആണ് ക്യാബിനറ്റും MB520 ARGB. നെക്സ്റ്റ് പെരിഫറൽസ് ഡെല്ലിന്റെ 21-inch മോണിറ്റർ, കീബോർഡ് ലോജിടെക്കിന്റെ ബേസിക് കീബോർഡ് മൗസ് കോംബോ ആണ്, ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നില്ല, ക്രിയേറ്റീവിന്റെ ആണ് സ്പീക്കേഴ്സ്, APC ബ്രാൻഡിന്റെ UPS യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ പറഞ്ഞ ബിൽഡിന്റെ പ്രൈസ് ആണ് 90,000 മെൻഷൻ ചെയ്തേക്കുന്നത്. ഇത് വിത്ത് മോണിറ്റർ ആൻഡ് പെരിഫറൽസ് ആണോ ഓർ ഓൺലി PC ആണോ എന്ന്
ക്ലിയർലി മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷേ എന്നാലും റഫ്ലി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് ഓൺലി PC ബിൽഡിന്റെ കോസ്റ്റ് ആണ് ഈ 90,000 പറഞ്ഞേക്കുന്നത്. സോ ടു ബി ഫ്രാങ്ക് എന്തായാലും ചോദിച്ചുകൊണ്ട് പറയുവാണ് 90,000 റുപ്പീസ് ഈ ഒരു APU ബിൽഡിന് കോസ്റ്റ് കൂടുതലാണ്. 50 to 60,000 റേഞ്ച് നമുക്ക് നിർത്താവുന്ന ഒരു ബിൽഡാണിത്. ആൻഡ് അതിൻ്റെ കൂടെ എക്സ്ട്രാ ആ ഒരു 90,000 കൂടെ സ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് വെച്ചൊരു അടിപൊളി ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. ബട്ട് ഇതിൽ എനിക്ക് തോന്നുന്നത് നിങ്ങൾ എസ്തറ്റിക്സിന് മാത്രമാണ് കാശ് മുടക്കിയത്. ബിക്കോസ് ഇത്രയും സ്പെൻഡ് ചെയ്തിട്ടും കംപ്ലീറ്റ് PCയുടെ ഔട്ട്കം നോക്കുവാണെങ്കിൽ നിങ്ങളത് തറയെ വെച്ചാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഒരു പ്രോപ്പർ ടേബിളും ഇല്ല. സോ എൻ്റെ ഒരു ഒപ്പീനിയൻ 90,000 റുപ്പീസ് നിങ്ങൾ കുറച്ചുകൂടി വൈസായിട്ട് സ്പെൻഡ് ചെയ്യാമായിരുന്നു. ആൻഡ് മേ ബി കുറച്ചുകൂടി സ്ക്വീസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്യുമായിരുന്നെങ്കിൽ നല്ലൊരു ടേബിളും വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. സോ കംപ്ലീറ്റ് ഒരു ഓവറോൾ നല്ലൊരു പാക്കേജ് തന്നെ നമുക്ക് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമായിരുന്നു 90,000 റുപ്പീസിന്. അത് കുറച്ച് കൂടിപ്പോയി. കാരണം 5600G APU ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ APUക്ക് ഒരു 360mm ലിക്വിഡ് കൂളറിന്റെ ഒരു ആവശ്യവുമില്ല. ഈവൻ റാം, കേസ്, മദർ ബോർഡിന്റെ ചോയ്സ് ആയാലും എല്ലാം ഹൈലി എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഇതിൽ ചൂസ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ബഡ്ജറ്റ് റേഞ്ചിലുള്ള സീരീസ് അല്ലെങ്കിൽ ബഡ്ജറ്റ് റേഞ്ച് മോഡൽസ് എടുക്കുവായിരുന്നെങ്കിൽ ഈസിലി നമുക്കിതിൽ നല്ലൊരു ഗ്രാഫിക്സ് കാർഡ് മേ ബി ഒരു RTX 3050 ഒക്കെ നമുക്കിതിൽ യൂസ് ചെയ്ത് സെറ്റപ്പ് ആക്കാൻ പറ്റുമായിരുന്നു. മേ ബി 5600G എടുക്കുന്നതിന് പകരം 5600Xും ഒരു ഗ്രാഫിക്സ് കാർഡും പെയർ ചെയ്യുമായിരുന്നു. അല്ലെങ്കിൽ ഇന്റൽ സൈഡിലോട്ട് നോക്കുവാണെങ്കിൽ ഇന്റൽ 12th ജനറേഷന്റെ ബിൽഡ് നമുക്ക് നോക്കാമായിരുന്നു. 12th ജൻ വരുന്നതിന് മുമ്പേ ബിൽഡ് ചെയ്തതാണെങ്കിലും 11th ജനറേഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ചീപ്പായിട്ട് അവൈലബിൾ ആയിരുന്നു. ഇതെല്ലാം എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. മേ ബി നിങ്ങളുടെ ഒപ്പീനിയൻസ് ഡിഫർ ചെയ്യും. നിങ്ങൾക്ക് ചിലപ്പോൾ ലുക്സ് മാത്രമാണ് ഇമ്പോർട്ടൻ്റ് എങ്കിൽ ഇത് ഓക്കെയാണ്. ബട്ട് പെർഫോമൻസ് വൈസ് 90K റേഞ്ചിൽ ഈ ഒരു ബിൽഡ് ഒരിക്കലും ഓക്കെ അല്ല. ഈവൻ എസ്തറ്റിക്കലി ആയാലും കംപ്ലീറ്റ് ഒരു സെറ്റപ്പിൻ്റെ ഹോൾ റേഞ്ച് തന്നെ നമുക്ക് 90,000 അല്ലെങ്കിൽ അണ്ടർ 1 lakh റേഞ്ച് നമുക്ക് ഈസിലി ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ ഒരു കംപ്ലീറ്റ്ലി മിസ്കാൽക്കുലേറ്റഡ് PC ബിൽഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. 90K റേഞ്ചിൽ ഈവൻ APU ബിൽഡാണ് നോക്കുന്നതെങ്കിലും ഒരു നല്ല മോണിറ്റർ വേണേ വാങ്ങാം. 24 ഇഞ്ചിൻ്റെ നല്ല മോണിറ്ററും നല്ല ടേബിളും നല്ല കീബോർഡ് ആൻഡ് പെരിഫറൽസ് എല്ലാം കൂടി സെറ്റ് ചെയ്താലും മേ ബി 90,000 റേഞ്ചിൽ നല്ലൊരു ബിൽഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. സോ അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയാണ് മിസ്സായിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് മിസ്സായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ എനിക്കൊരു മെയിൻ അഡ്വൈസ് ഈ വീഡിയോ കാണുന്നവർക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. എസ്തറ്റിക്സിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കല്. മെയിൻ നിങ്ങളുടെ PCയുടെ പെർഫോമൻസിന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് എസ്തറ്റിക്സ് നമുക്ക് പിന്നെ വേണേലും ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. സോ മെയിൻ ഇമ്പോർട്ടൻസ് പ്ലീസ് പെർഫോമൻസിന് കൊടുക്കുക. കാരണം നിങ്ങൾ മുടക്കുന്ന കാശിനുള്ള പെർഫോമൻസ് കിട്ടുന്ന PC നിങ്ങൾ ബിൽഡ് ചെയ്യാൻ നോക്കൂ. എസ്തറ്റിക്സ് ഈസ് സെക്കൻഡറി. എസ്തറ്റിക്സ് ഇപ്പം ഇല്ലെങ്കിൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. എസ്തറ്റിക്സ് ഒബ്വിയസ്ലി പലർക്കും പല ചോയ്സസ് ഉണ്ടാകും. പക്ഷേ മോസ്റ്റ് പ്രയോറിറ്റി പെർഫോമൻസിന് കൊടുക്കുക. സോ ഇവിടെ സ്പെക്സ് എസ്തറ്റിക്കലി ഓക്കെ ആണ്. പക്ഷേ ഓവറോൾ സെറ്റപ്പ് നമുക്ക് കാണുമ്പം ചെറിയൊരു ഇത് തോന്നും. കാരണം ഇത്രയും നല്ലൊരു PC ബിൽഡ് ചെയ്തിട്ടും അത് തറയെ വെച്ചാണ് യൂസ് ചെയ്യുന്നത് കാണുമ്പം ചെറിയൊരു വിഷമമുണ്ട്. അത് മാത്രമല്ല കുറച്ചുകൂടി നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം താഴെ വെച്ചതുകൊണ്ടാണ് പവർ സപ്ലൈ ഷ്രൗഡിൻ്റെ ആ ഒരു ഏരിയ മേളിൽ നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി പൊടി അടച്ച് കയറിയിട്ടുണ്ട്. താഴെ വെക്കുന്നതുകൊണ്ടുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജ് ഇതാണ്. കാരണം താഴെ PC വെച്ച് നിങ്ങൾ തൂക്കുമ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴും ഈസിലി പെട്ടെന്ന് ഡസ്റ്റ് അടിച്ച് കയറുന്നത് അങ്ങോട്ടാണ്. സോ എപ്പോഴും ഇതുപോലത്തെ PC യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ടേബിളിൽ തന്നെ വെച്ച് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ള ഏരിയസിൽ വെച്ച് യൂസ് ചെയ്യുക. എനിവേസ് PCയുടെ മാത്രം എസ്തറ്റിക്സ് ഓക്കെയാണ്. ഓവറോൾ PC സെറ്റപ്പിൻ്റെ എസ്തറ്റിക്സ് അത്ര പോരാ. സോ അതായിരുന്നു നമ്മുടെ 4th ഒരു മിസ്കാൽക്കുലേറ്റഡ് സെറ്റപ്പ് ഫ്രം സുബൈർ. എനിവേസ് നമ്മുടെ 5th സെറ്റപ്പ് അയച്ചേക്കുന്നത് ആൻസൺ ജോസഫ് ആണ്. പുള്ളി മെയിൻലി ഗെയിമിംഗ്, എഡിറ്റിംഗ് ആൻഡ് സ്ട്രീമിങ്ങിന് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. അയച്ചേക്കുന്നത് ഫ്രം ട്രിവാൻഡ്രം. ഓക്കെ, സോ ഇതൊരു Ryzen 5600Xും GTX 1660 ഗ്രാഫിക്സ് കാർഡ് വെച്ചുള്ള ഒരു ബിൽഡാണ്. മദർ ബോർഡ് MSIയുടെ B550M Pro VDH Max, XPG Gamaxന്റെ ആണ് RAM 16GB, Zotac-ന്റെ ആണ് 1660 ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത്. SSD, ADATA, ഹാർഡ് ഡ്രൈവ് Seagate Barracuda 1TB, ML240L കൂളർ മാസ്റ്ററിന്റെ കൂളർ, പവർ സപ്ലൈ Antec-ന്റെ ആണ്, കേസ് ഡീപ് കൂൾ Matrix 50, സാംസങ് 24 ഇഞ്ചിന്റെ ആണ് മോണിറ്റർ ആൻഡ് ബാക്കി പെരിഫറൽസ് എല്ലാം മെൻഷൻ ചെയ്തിട്ടുണ്ട് സ്ക്രീനിൽ. ആൻഡ് ഓൾസോ ഈ സെറ്റപ്പിൽ ഒരു ലാപ്ടോപ്പും യൂസ് ചെയ്യുന്നുണ്ട്. പഴയ ഇന്റൽ 3rd ജനറേഷൻ ബേസ്ഡ് പ്രോസസർ ഉള്ള ഒരു ലാപ്ടോപ്പാണ്, ഡെൽ ഇൻസ്പ്രോൺ 15. ആൻഡ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, ലാപ്ടോപ്പ് ഇടയ്ക്കിടയ്ക്ക് ലാഗ് ആവുന്നുണ്ട്. സോ 8GB RAM എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ എന്തെങ്കിലും ഹോപ്പ് ഉണ്ടോ ഇത് സോൾവ് ആകുമെന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ടു ബി ഫ്രാങ്ക് പറയുവാണെങ്കിൽ ഇന്റൽ 3rd ജനറേഷൻ ലാപ്ടോപ്പാണിത്. സോ ബേസിക് ഡ്യുവൽ കോർ പ്രോസസറാണ്. ഇതിൽ 4GB ആണ് RAM ഇപ്പോൾ ഉള്ളത്. സോ ഒബ്വിയസ്ലി 100% ഇത് സ്ലോ ആയിരിക്കും. സോ ഇത് കംപ്ലീറ്റ്ലി നിങ്ങളുടെ യൂസേജിൽ ബേസ് ചെയ്തിരിക്കും. സോ ഹെവി ആയിട്ടുള്ള യൂസ് ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ലാപ്ടോപ്പ് എങ്ങനെയായാലും ഇത് ലാഗി ആയിരിക്കും. മേ ബി ഒരു 4GB RAM കൂടെ ആഡ് ചെയ്ത് ഒരു 8GB ആക്കുവാണെങ്കിൽ ചിലപ്പം ബേസിക് ടാസ്കിനൊക്കെ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ വേണമെങ്കിൽ ഒരു 8GB RAM ഇട്ട് നോക്കാം. ഓൾറെഡി 240GB SSD പുള്ളി അപ്ഗ്രേഡ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. സോ മേ ബി 8GB RAM ഇട്ടാൽ ചെറിയ ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും. എനിവേസ് ഓവറോൾ സെറ്റപ്പ് നല്ലതാണ്, നീറ്റായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. വാളിൽ കാണുന്നത് നാനോലിഫിന്റെ ഒരു DIY വേർഷൻ ആണ്.
ചീപ്പായിട്ടുള്ള DIY സെറ്റപ്പാണ് ഈ കാണുന്നത്. പേഴ്സണലി ഐ ലൈക്ക് ഇറ്റ് വെരി മച്ച്. കാരണം നാനോ ലിഫിന്റെ കോസ്റ്റ് എങ്ങനെയാണെന്ന് നമുക്കറിയാം, ഹെവിലി എക്സ്പെൻസീവ് ആണ്. സോ ചീപ്പ് DIY സെറ്റപ്പ് ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പം ലുക്സ് ഓക്കെ. PCയിലെ കേബിൾ മാനേജ്മെന്റ് നോക്കുവാണെങ്കിലും അത്യാവശ്യം ഡീസെന്റ് ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓവറോൾ ബിൽഡിൽ എയർ ഇൻടേക്കും നല്ലപോലെ ഉണ്ട്, എക്സോസ്റ്റും നല്ലപോലെ ആംഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ പുള്ളിയുടെ യൂസ് ഗെയിമിംഗ്, എഡിറ്റിംഗ്, സ്ട്രീമിംഗ് അത്യാവശ്യം ഈ ഒരു റേഞ്ചിൽ നല്ല PC ബിൽഡ് ആണ്. ആൻഡ് മേ ബി ഇൻ കേസ് ഫ്യൂച്ചറിൽ ഗ്രാഫിക്സ് കാർഡ് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ RTX 3060 ഓർ അബവ് ഗ്രാഫിക്സ് കാർഡ്സ് വെക്കാം. 5600X ആയതുകൊണ്ട് തന്നെ 3060, 3070 ഒക്കെ ഈസിലി ഹാൻഡിൽ ചെയ്യും. നല്ലൊരു കോംബോ ആയിരിക്കും. സോ നല്ലൊരു ആവറേജ് ബഡ്ജറ്റിൽ വരുന്ന സെറ്റപ്പ് ആയിരുന്നു ഇത്. 1660 ആണ് ഗ്രാഫിക്സ് കാർഡ്. ഐ തിങ്ക് ഗ്രാഫിക്സ് കാർഡിന്റെ ഇപ്പോൾ പ്രൈസസ് കുറയുന്നുണ്ട്. 1660 സൂപ്പർ ആൻഡ് 1660 Ti ഒക്കെ 35,000-38,000 ആ റേഞ്ചിൽ വന്നിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. ഐ മീൻ 45-55 കുറഞ്ഞ 35 റേഞ്ചിലൊക്കെ വന്നിട്ടുണ്ട്. ഈവൻ ദോ ആക്ച്വൽ MSRP പ്രൈസ് റേഞ്ചിലോട്ട് വന്നിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഗ്രാഫിക്സ് കാർഡ് പ്രൈസസ് കുറയുന്നുണ്ട്. സോ എനിവേസ് അതായിരുന്നു നമ്മുടെ 5th സെറ്റപ്പ് ഫ്രം ആൻസൺ. ആൻഡ് നമ്മുടെ ഫൈനൽ സെറ്റപ്പ് അയച്ചേക്കുന്നത് ലിവിൻ വിൽസൺ ആണ് ഫ്രം തൃശ്ശൂർ. പുള്ളി മോസ്റ്റ്ലി ലൈറ്റ് ഗെയിമിംഗ് ആൻഡ് ഹോം പർപ്പസ് എന്റർടൈൻമെന്റ് വേണ്ടിയാണ് ഈ PC യൂസ് ചെയ്യുന്നത്. സോ ഇന്റലിന്റെ ബേസിക് എൻട്രി ലെവൽ സ്പെക്സ് ആണ് ഈ കാണുന്നത്. ഇന്റൽ i3-10100F പ്രോസസർ, MSI H410 Pro VH മദർ ബോർഡ്, ADATA 8GB RAM, ASUSന്റെ ആണ് 1050 Ti യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് പർച്ചേസ്ഡ് ഫ്രം IT Hut. 120GB Kingston M.2 SSD, Seagateന്റെ ആണ് ഹാർഡ് ഡ്രൈവ്. പവർ സപ്ലൈ Antec VP450, Chiptronicsന്റെ ആണ് കേസ്, MX1 മോഡൽ. കേസ് ഫാൻസ് ഇതിൽ യൂസ് ചെയ്യുന്നില്ല, ഇൻടേക്ക് ഫാൻസ് വെച്ചിട്ടില്ലെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്, വെക്കാവോ എന്നും ചോദിച്ചിട്ടുണ്ട്. സോ ഇത് പുള്ളി തന്നെ നമ്മുടെ വീഡിയോസ് കണ്ട് ബിൽഡ് ചെയ്തൊരു PC ആണെന്ന് മെൻഷൻ ചെയ്തേക്കുന്നത്. സോ അതിനൊരു താങ്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഒരു ബഡ്ജറ്റ് എൻട്രി ലെവൽ ബിൽഡാണ്. 10100F ഗ്രാഫിക്സ് കാർഡ് 1050 Ti ആണ്. സോ അത്യാവശ്യം നല്ലൊരു ലോ ബഡ്ജറ്റ് റേഞ്ചിൽ നല്ലൊരു കോമ്പിനേഷൻ ആണിത്. സോ പ്രത്യേകിച്ച് റിക്കമെൻഡേഷൻസ് ഇപ്പം തൽക്കാലം ഒന്നും പറയുന്നില്ല. മേ ബി റാം ഒരു 8GB കൂടി ഇടാം, 16GB റാം ആക്കാം. ഇവൻ ദോ ഫ്രണ്ടിൽ നിന്നുള്ള എയർ ഫ്ലോ കുറവാണ്, പക്ഷേ എന്നാലും 2 കേസ് ഫാൻസ് ഫ്രണ്ടിൽ വെക്കുന്നത് നല്ലതായിരിക്കും, കുറച്ചുകൂടെ ബെറ്റർ കൂളിംഗ് കിട്ടും. സോ മേ ബി ആമസോൺ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിലെ ഏതെങ്കിലും കുറച്ച് ചീപ്പായിട്ടുള്ള 2 ഫാൻസ് വെക്കാം. ഡിസ്ക്രിപ്ഷനിൽ എന്തായാലും ലിങ്ക്സ് ഞാൻ കിട്ടുവാണെങ്കിൽ ഇട്ടേക്കാം. ആൻഡ് പഴയ 720p മോണിറ്റർ ആണ് യൂസ് ചെയ്യുന്നത്. സോ മോണിറ്ററും മേ ബി ഒരു 1080p മോണിറ്ററിലോട്ട് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. 22 ഇഞ്ച് അല്ലെങ്കിൽ 24 ഇഞ്ച് നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് ഇൻ കേസ് ഫ്യൂച്ചർ അപ്ഗ്രേഡ്സ് നോക്കുന്നുണ്ടെങ്കിൽ. ഓൾസോ പുള്ളി UPSന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. UPS ഇമ്പോർട്ടൻ്റ് ആണോ, വെക്കണോ? ഇത് പലരും എന്നോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്. ബിക്കോസ് UPS ഞാൻ ഓൾറെഡി പവർ സപ്ലൈ യൂസ് ചെയ്യുന്നുണ്ട്, PCയിൽ പവർ സപ്ലൈ വരുന്നുണ്ടല്ലോ, പിന്നെ UPS വെക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു UPS PCക്ക് ആവശ്യമാണോ എന്നുള്ളത്. അത് നിങ്ങളുടെ പേഴ്സണൽ ഇതാണ്. കാരണം ഇൻ കേസ് നിങ്ങളുടെ ഏരിയയിൽ പവർ കട്ട്സും പവർ ഫ്ലക്ച്വേഷൻസ് എപ്പോഴും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു UPS റെക്കമെൻഡഡ് ആണ്. നിങ്ങൾ ചെയ്യുന്ന വർക്ക് ഒന്ന് സേവ് ചെയ്ത് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ് UPS എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഹെവി വർക്ക്സ്, ഹെവി ഗെയിമിംഗ് അല്ലെങ്കിൽ ഹെവി റെൻഡറിംഗ് റിലേറ്റഡ് വർക്ക്സ് ഇൻ കേസ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പവർ പോയാൽ ഹെവി ബാക്കപ്പ് ഒന്നും കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്യേണ്ട. ജസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർക്ക്സ് സേവ് ചെയ്യാനും ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈം കിട്ടും. മേ ബി ഒരു 5 to 10 minutes ഡിപ്പെൻഡിങ് ഓൺ നിങ്ങളുടെ PC കോൺഫിഗറേഷനും നിങ്ങൾ യൂസ് ചെയ്യുന്ന UPSും അതെങ്ങനെ ചാർജ് ചെയ്യുന്നു അതിൻ്റെ ബേസിസിലായിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ അതിനാണ് UPS യൂസ് ചെയ്യുന്നത്, ചെറിയൊരു ബാക്കപ്പ് കിട്ടാൻ വേണ്ടി. പക്ഷേ നിങ്ങളുടെ PCയിലെ പവർ സപ്ലൈയുടെ യൂസ് വേറെയാണ്. പവർ സപ്ലൈ ആക്ച്വലി PCയിൽ യൂസ് ചെയ്ത കോമ്പണൻസ് പവർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. PCയിലെ കോമ്പണൻസിന് ആക്ച്വലി ഡയറക്റ്റ് ആയിട്ടുള്ള AC കറണ്ട് അല്ല വേണ്ടത്, അത്രയും ഹൈ പവറിൻ്റെ ആവശ്യമില്ല. സോ നിങ്ങളുടെ മെയിൻ വാൾ ഔട്ട്ലെറ്റിൽ നിന്ന് വരുന്ന 220 വോൾട്ട്സ് അല്ലെങ്കിൽ 240 വോൾട്ട്സിൻ്റെ പവറിനെ കുറച്ച് AC to DC ലോ വോൾട്ടേജിലോട്ട് കൺവേർട്ട് ചെയ്ത് നിങ്ങളുടെ PC കോമ്പണൻസിലോട്ട് സപ്ലൈ ചെയ്യുന്നതാണ് പവർ സപ്ലൈയുടെ പണി. എന്തായാലും പവർ സപ്ലൈയുടെ ഡീറ്റെയിൽഡ് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, മേളിൽ പിൻ ചെയ്തേക്കും, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. ഡീറ്റെയിൽഡ് ആയിട്ട് പവർ സപ്ലൈയുടെ വർക്കിങ്ങും അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എനിവേസ് ഒരു PCയിൽ പവർ സപ്ലൈയുടെ യൂസും UPSന്റെ യൂസും വേറെ വേറെയാണ്. സോ ഇവിടെ UPS എന്തായാലും ഈ സ്പെക്സിന് 600 VA UPS ഓക്കെയാണ്. ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ 1100 VA നോക്കാം, അല്ലെങ്കിൽ അതിനോട്ട് മേലോട്ട് നോക്കാം. ബട്ട് 600 VA മോസ്റ്റ്ലി ബേസിക് ബാക്കപ്പിന് ഓക്കെയാണ്, ഈ സ്പെക്കിന് ഓക്കെയാണ്. സോ ഐ തിങ്ക് മെയിൻ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ കുറച്ചൊന്ന് ഡീവിയേറ്റ് ആയി പോകുന്നുണ്ട്. എനിവേസ് അതായിരുന്നു നമ്മുടെ ലാസ്റ്റ് സെറ്റപ്പ് ഫ്രം ലിവിൻ വിൽസൺ തൃശ്ശൂർ. ഒരു ബേസിക് ബഡ്ജറ്റ് എൻട്രി ലെവൽ ഇന്റൽ സെറ്റപ്പ് ആയിരുന്നു ഇത്. സോ ഗൈസ് അതായിരുന്നു ഇന്നത്തെ തട്ടിക്കൂട്ട് സെറ്റപ്പ്. ഐ ഹോപ്പ് യു ലൈക്ക് ദ വീഡിയോ. ഇൻ കേസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ആൻഡ് ഇമ്പോർട്ടൻ്റ്ലി ഫ്യൂച്ചർ വീഡിയോസ് വരാൻ വേണ്ടി നിങ്ങളുടെ സെറ്റപ്പ് എൻട്രീസും അയക്കാം. അയക്കേണ്ട ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. സോ ഡു സെൻഡ് ഇൻ യുവർ എൻട്രീസ്. അടുത്തൊരു നല്ല വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.